എങ്ങനെയാണ് DRF ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവുകയാണ്. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ഒരു സിമ്പിൾ പ്രോജക്റ്റ് ഒക്കെ ചെയ്തിട്ട് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് മുന്നേ നമ്മളിപ്പം എങ്ങനെയാണ് അതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു വർക്കിംഗ് നമ്മൾ പറഞ്ഞായിരുന്നു അല്ലേ. ജാങ്കോ റെസ്റ്റ് ഫ്രെയിംവർക്ക് എന്തിനായിരുന്നു നമ്മൾ യൂസ് ചെയ്യുന്നത്? നമുക്ക് റെസ്റ്റ് API ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ജാങ്കോ ആപ്പിൽ റെസ്റ്റ് API ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫ്രെയിംവർക്ക് യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ API ബിൽഡ് ചെയ്യുന്ന എന്തിനാണ്? നമ്മളുടെ കേർഡ് ഓപ്പറേഷൻസ് ഒക്കെ കുറച്ചും കൂടെ സിമ്പിളാക്കി നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ബിൽഡ് ചെയ്യിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്കിവിടെ ഒരു ചെറിയൊരു ഫ്ലോ ചാർട്ട് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് വെച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ആ ഒരു DRF നടക്കുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എങ്ങനെയായിരുന്നു ഒരു റിക്വസ്റ്റ് വരുമ്പോഴത്തേക്ക് അത് URL പാറ്റേൺസിൻ്റെ ബേസിൽ എന്ത് ഫംഗ്ഷനാണ് നടക്കേണ്ടതെന്നുള്ളത് വ്യൂസിൽ പോയി നോക്കും. വ്യൂസിൽ പോയി നോക്കിയിട്ട് നമ്മൾ നോർമലി ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? ജാങ്കോയിൽ മോഡൽസിൽ പോയിട്ട് അതിനകത്ത് ടേബിൾ വല്ലതും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡേറ്റാബേസിൽ പോയി ആ ഡേറ്റാസ് റീഡ് ചെയ്യുകയോ ക്രിയേറ്റ് ചെയ്യുകയോ എങ്ങനെ എന്ത് ഓപ്പറേഷനാണ് നടക്കേണ്ടതെന്ന് വെച്ചാൽ അത് നടന്ന് അതിൻ്റെ റെസ്പോൺസ് തിരിച്ച് നമ്മുടെ ക്ലയൻറ്റിന് കിട്ടും. അതാണ് നമ്മളുടെ ജാങ്കോ ആപ്പിൽ നടക്കുന്നത്. ഇവിടെ എക്സ്ട്രാ ഒരു ഫീൽഡ് കൂടെ വന്ന് എന്താണ്? സീരിയലൈസർ. അപ്പം നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താ? സീരിയലൈസ് ചെയ്യുകയാണ് നമുക്ക് ഈ DRFൽ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ജോലി എന്ന് പറഞ്ഞാൽ. അപ്പോൾ എന്താണ് സീരിയലൈസർ? നമ്മളിപ്പം നോക്കിയായിരുന്നു അല്ലേ, നമ്മൾ കേർഡ് ഓപ്പറേഷൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഡേറ്റാസിനെ JSON ഫോർമാറ്റിലാക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അതാകുമ്പോഴത്തേക്ക് ഡേറ്റാസിനെ നമുക്ക് കൺവേർട്ട് ചെയ്ത് അത്ര HTML പേജസ് ലോഡ് ചെയ്യുന്ന അത്രയും ഒരു സ്പേസും ഒന്നും പോവാതെ ഡേറ്റാസ് മാത്രം നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു കാര്യം ചെയ്തത്. അപ്പം നമുക്ക് ഡയറക്റ്റ് JSON ഫോർമാറ്റിലോട്ട് മാറ്റാൻ പറ്റത്തില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സീരിയലൈസർ യൂസ് ചെയ്യുന്നത്. സീരിയലൈസർ എന്ന് പറയുന്നത് എന്താ? നമ്മുടെ ഒരു കോംപ്ലക്സ് ഡേറ്റേനെ കൺവേർട്ട് ചെയ്തിട്ട് പൈതൺ ഡേറ്റ ടൈപ്സ് ഒക്കെ ആക്കി മാറ്റുമ്പം നമുക്ക് ഈസി ആയിട്ട് അതിനെ XML JSON ആക്കി റെൻഡർ ചെയ്യിക്കാനായിട്ട് പറ്റും. ഈ കോംപ്ലക്സ് ഡേറ്റ എന്ന് പറയുന്നത് ക്വറി സെറ്റ് അല്ലെങ്കിൽ മോഡൽ ഇൻസ്റ്റൻസ് എന്ന് പറയും. ക്വറി ഇൻസ്റ്റൻസ് നമുക്കിപ്പോൾ നോക്കാം. സീരിയലൈസർ എന്ന് വെച്ചാൽ നമ്മളുടെ എന്താ കുറച്ച് നമ്മളെ ഡേറ്റാബേസിലെ എല്ലാ ഡേറ്റാസും കൂടെ അടങ്ങിയ ആ ഒരു ടേബിളിനെയാണ് നമ്മൾ ക്വറി സെറ്റ് എന്ന് പറയുന്നത്, കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ്. ഇപ്പം നമ്മുടെ ഒരു ടേബിളിൽ കുറേ ഡേറ്റാസ് ഉണ്ടെങ്കിൽ ആ ഡേറ്റാസിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ കളക്ഷനെ നമ്മൾ ക്വറി സെറ്റ് എന്നാണ് പറയുന്നത്. അതിൽ ഒരു റോ, ഇപ്പം ഒരു 10 പേരുണ്ടെങ്കിൽ അതിൽ ഒരാൾ അല്ലെങ്കിൽ രണ്ടാമത്തെ ആൾ, അങ്ങനെ ഓരോ ഒബ്ജക്റ്റിനെയാണ് നമ്മൾ മോഡൽ ഇൻസ്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പം ഇതേപോലെയുള്ളൊരു ടേബിളിലുള്ള ഒരുപാട് ഡേറ്റാസ്, ഒരുപാട് ഒബ്ജക്ട്സ്, ഇല്ലെങ്കിൽ ഒരൊറ്റ ഒബ്ജക്റ്റിനെ ഒരു സിമ്പിളായിട്ടുള്ള ഒരു ഡേറ്റ ടൈപ്പാക്കി മാറ്റുന്നു. ഡേറ്റ ടൈപ്പാക്കി മാറ്റിയാൽ അതിനെ നമുക്ക് പെട്ടെന്ന് ഈസി ആയിട്ട് നമുക്കൊരു JSONലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റിനെ സീരിയലൈസ് ചെയ്യുമ്പോൾ അത് നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാം. ഫയലിൽ സ്റ്റോർ ചെയ്യണോ, അതോ ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്യേണ്ടതാണോ, അതോ നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യേണ്ടതാണോ എന്നും പറഞ്ഞ് നമുക്ക് ഡിവൈഡ് ചെയ്ത് സീരിയലൈസ് ചെയ്ത് എടുക്കാം. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പൈതൺ ഒബ്ജക്റ്റിനെ സീരിയലൈസ് ചെയ്യുമ്പോൾ എന്താണ്? അതൊരു JSON അല്ലെങ്കിൽ XML ഫോർമാറ്റിലോട്ട് മാറും. ഇല്ലെങ്കിൽ മോഡൽ ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ ക്വറി സെറ്റ്. മോഡൽ ഇൻസ്റ്റൻസ് എന്താണെന്നും ക്വറി സെറ്റ് എന്താണെന്ന് ഇപ്പോൾ ഞാൻ പറഞ്ഞു. അപ്പം അതിലേതെങ്കിലും ഒന്നിനെ ഡേറ്റാബേസിൽ നമ്മൾ സ്റ്റോർ ചെയ്തേക്കുന്ന ഡേറ്റാസിനെ JSON ആക്കി കൺവേർട്ട് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ? JSON-നെ നമ്മൾ പൈതൺ ഒബ്ജക്ട്സ് അല്ലെങ്കിൽ ഡേറ്റ ടൈപ്സ് ആക്കിയിട്ടും കൺവേർട്ട് ചെയ്യാം. ഇങ്ങനെ എല്ലാത്തിൽ നിന്നും ഒന്നിൽ നിന്ന് മറ്റൊന്നിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു കോംപ്ലക്സ് ഡേറ്റേനെ സിമ്പിളായിട്ടുള്ളൊരു നേറ്റീവ് പൈതൺ പാക്കേജസ്, ഒരു ഡേറ്റ ടൈപ്സ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സീരിയലൈസർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ഒരു സിമ്പിൾ ഫ്ലോ ചാർട്ടിൽ കിടക്കുന്നത്. ഇത് നമ്മൾ ഈ ഒരു കൊറിയാണ് അവിടെ എഴുതിയിരിക്കുന്ന ആ ഒരു കോഡൊക്കെ നമ്മളിനി പ്രോഗ്രാം ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ട് മനസ്സിലാവും. ഇപ്പം ജസ്റ്റ് ഒരു സിസ്റ്റത്തിൽ നിന്നും URL പോയി വ്യൂസിൽ നിന്നും സീരിയലൈസർ ഉണ്ടെങ്കിൽ, സീരിയലൈസർ അവിടെ ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ DRF ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ എന്തായാലും സീരിയലൈസേഷൻ നടക്കുന്നുണ്ട്. അതിൽ നിന്നും മോഡൽസിൽ നിന്നും ഡേറ്റാസ്, ഇപ്പോൾ ഒരു കളക്ഷൻ ഓഫ് ഡേറ്റയാണോ അല്ലെങ്കിൽ ഒരു ഡേറ്റയാണോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അതെടുത്ത് സീരിയലൈസ് ചെയ്ത് JSON ഫോർമാറ്റിലോട്ട് മാറ്റും. ഓക്കെ, ഇതാണ് നമ്മളെ DRFൻ്റെ ഒരു പ്രോസസ്സ് നടക്കുന്നത്. നമ്മൾ നോർമൽ ജാങ്കോ ആപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്, പക്ഷേ അഡീഷണൽ ആയിട്ടൊരു സീരിയലൈസറും കൂടെ വരും. സീരിയലൈസർ വരുന്ന എന്തിനാണ്? നമുക്ക് JSONലോട്ട് ഈസി ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ REST API ബിൽഡ് ചെയ്ത് നമ്മുടെ ഓപ്പറേഷൻസ് എല്ലാം ഈസി ആക്കാൻ വേണ്ടിയിട്ട്.
ഇനി നമുക്ക് അതിൻ്റെ എങ്ങനെയാണ് ഒരു പ്രോഗ്രാം നടക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ഒരു ജാങ്കോ ആപ്പിൽ സീരിയലൈസേഷൻ ചെയ്യുന്ന അല്ലെങ്കിൽ DRF എങ്ങനെ അപ്ലൈ ചെയ്യുമെന്ന് നമുക്ക് നോക്കാം. നമ്മൾ DRF ജാങ്കോയ്ക്കകത്ത് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കുള്ള കുറച്ച് അഡ്വാൻറ്റേജസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ കോഡ് കുറച്ചും കൂടെ സിമ്പിളാക്കി നമ്മുടെ കോഡ് ഓപ്പറേഷൻസ് ഈസി ആക്കാനായിട്ട് പറ്റും. മാത്രമല്ല നമ്മളിപ്പോൾ സീരിയലൈസേഷൻ ചെയ്യുമെന്ന് പറഞ്ഞു. ഇപ്പോൾ പവർഫുള്ളായിട്ടാണ് നമ്മൾ സീരിയലൈസേഷൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ORM ആയിട്ടോ അല്ലെങ്കിൽ നോ ORM ആയിട്ടും നമുക്ക് നമ്മുടെ പ്രോഗ്രാമിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ലേ. ORM ആണ് നമ്മൾ ബേസിക്കായിട്ട് ജാങ്കോയിൽ യൂസ് ചെയ്യുന്നത്. ORM എന്ന് വെച്ചാൽ എന്തായിരുന്നു, നമ്മൾ SQL ക്വറി ഇല്ലാതെ തന്നെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് പ്രോഗ്രാമിൽ ക്വറി അപ്ലൈ ചെയ്യാനായിട്ട്. പക്ഷേ നമ്മൾ ക്വറി സ്ട്രക്ചർ എഴുതത്തില്ല. അതേപോലെ തന്നെ നോ ORM എന്ന് വെച്ചാൽ നമ്മൾ ക്വറി സ്ട്രക്ചർ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇത് രണ്ടിൽ നമുക്ക് സീരിയലൈസേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലൈ ചെയ്ത് നമ്മളുടെ റെസ്റ്റ് ഫ്രെയിംവർക്ക് നമുക്ക് ജാങ്കോയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ എല്ലാത്തിലും അപ്ലൈ ചെയ്യുന്നു എന്ന് പറയുന്നത് ഈ REST API നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കേർഡ് ഓപ്പറേഷൻ സിമ്പിൾ ആവുകയും അത് ഈ ജേസണും XML ഒക്കെ ആയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പം ഈ REST API എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഫാസ്റ്റ് ആവുകയും ലൈറ്റ് വെയിറ്റ് ഒക്കെ ആവുകയൊക്കെ ചെയ്യും. അപ്പം നമ്മളുടെ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ അത് ഈസി ആയിട്ട് ഇപ്പോൾ അത് നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു കോഡായിരിക്കും നമുക്ക് ഡെവലപ്പേഴ്സിന് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നത്. അത് കൂടാതെ തന്നെ നമുക്ക് ഇപ്പോൾ ചില സർവീസസിൽ നമുക്കിപ്പം ഏതെങ്കിലും ബിഗ് പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യേണ്ട ഒരു കണ്ടീഷൻ വരും. അപ്പോൾ നമ്മൾ REST API അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട് ഒരു വലിയ പ്രോജക്റ്റ് ആക്കാതെ രണ്ട് സെപ്പറേറ്റ് ആക്കിയിട്ട് നമുക്ക് ഈസി ആയിട്ട് അത് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നിങ്ങൾക്ക് REST API കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ ജസ്റ്റ് ജാങ്കോ REST ഫ്രെയിംവർക്ക് എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ കിട്ടും. അപ്പോൾ അതിനകത്ത് പോയിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഓരോ സ്റ്റെപ്പും അതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് നോട്ട്സ് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡോക്യുമെൻറ്റേഷൻ നോക്കിയാൽ മതി. ഓക്കെ, ഇതിനകത്ത് നിങ്ങൾക്ക് എന്ത് വേണമെന്നുണ്ടെങ്കിലും ഡോക്യുമെൻറ്റേഷൻ നോക്കാം. അതിൻ്റെ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നതും ഓരോ കോഡും ഇതിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ട്യൂട്ടോറിയൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് എന്താ ടോപ്പിക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാളേഷൻ ചെയ്യാനോ അല്ലെങ്കിൽ അജാക്സ് CSRF ഒക്കെ അപ്ലൈ ചെയ്യുന്നതും, അല്ലാതെ ട്യൂട്ടോറിയൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ സീരിയലൈസേഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇപ്പം നമ്മളൊന്ന് നോക്കി. ഇനി നമ്മളത് ചെയ്യാൻ പോവുകയാണ് നമ്മുടെ കോഡിൽ. അപ്പോൾ അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ സീരിയലൈസേഷൻ ഇവിടെ ട്യൂട്ടോറിയലിൽ വന്ന് സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് റിക്വസ്റ്റ് റെസ്പോൺസ് ചെയ്യുന്ന നമുക്ക് ഒരുപാട് ഏകദേശം ഒരു 10 രീതിയിൽ തന്നെ നമുക്ക് DRF ജാങ്കോയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൽ നമുക്ക് സിമ്പിളായിട്ടുള്ള കുറച്ച് രീതികൾ ചെയ്ത് നോക്കാം.